ഹലോ ഗൈസ്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ കുറച്ച് ഭയങ്കരമായിട്ട് ചർച്ചയാകുന്ന ഒരു സംഭവം എന്താണെന്ന് ഇപ്പോൾ ചോദിച്ചാൽ പറയും. ജാസീൻ്റെ ഒരു സർജറി. ഓ, എൻ്റെ പൊന്നോ, അതൊരു വല്ലാത്ത സർജറി തന്നെ. ജാസി സർജറി കഴിഞ്ഞിട്ട് വന്ന് പറഞ്ഞു, എൻ്റെ സർജറി കഴിഞ്ഞു, ഞാൻ പൂർണ്ണമായിട്ട് ഒരു പെൺകുട്ടിയായി, ഞാനൊരു സ്ത്രീയായി മാറി എന്നൊക്കെ. അപ്പോൾ എല്ലാവർക്കും ഡൗട്ട്, എന്ത് സർജറിയാണ്, ഏത് സർജറിയാണ് ചെയ്തത് എന്നൊക്കെ. ഇങ്ങനെ കമൻറ്റ് ബോക്സിൽ ആളുകൾക്കെല്ലാം ഡൗട്ടോട് ഡൗട്ട്. ചിലർ കമൻറ്റ് ബോക്സിൽ കിടന്ന് പറയുന്നു ജാസിക്ക് ബോട്ടം സർജറിയാണ് ചെയ്തത്. അപ്പോൾ ചിലർ പറയുന്നു ബോട്ടം സർജറി ചെയ്താൽ എങ്ങനെ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നത്, 2 ദിവസമൊക്കെ റെസ്റ്റ് വേണ്ടേ. ചിലർ പറയുന്നു ബ്രസ്റ്റ് സർജറിയാണ് ചെയ്തേക്കുന്നത്, ടോപ്പിലാണ് സർജറി ചെയ്തേക്കുന്നത്. ലാസ്റ്റ് എല്ലാവരും കൂടി ഒരു ഒത്തുതീർപ്പിലായി ടോപ്പിലാണ് സർജറി ചെയ്തേക്കുന്നതെന്ന് കൺഫേം ആക്കി. എന്നിട്ടും ചിലർക്കൊക്കെ ഇപ്പോഴും ഡൗട്ടാണെന്ന് മനസ്സിലാക്കി നമ്മുടെ ജാസി എന്താ ചെയ്തത്, ഡൗട്ടുള്ളവരെയൊക്കെ അങ്ങ് വിളിച്ചിട്ട് എവിടാണോ സർജറി ചെയ്തത് അതങ്ങ് കാണിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മുടെ ജാസി വിളിച്ചത് ആരെ, ഒരിക്കലും വിളിക്കാൻ പാടില്ലായിരുന്ന ഒരാളെ, നമ്മുടെ ഹെലനോസ് പാർട്ടയെ വിളിച്ചിട്ട് നിനക്ക് എന്താ ഡൗട്ട്, ഈ സിലിക്കോൺ വെച്ച് പിടിപ്പിച്ചതൊന്ന് കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിളിച്ചത്. വിളിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി എന്തോ പ്രോഗ്രാമിനോ വെളിയിലോ അങ്ങോട്ട് നിൽക്കുകയായിരുന്നു. പുള്ളിക്കാരിയുടെ കൂടെ ആരാണോ എന്താണോ എന്നിട്ട് ഒരു കാര്യം നോക്കാതെ ഈ സർജറി എവിടെയാണോ ചെയ്തത് അതങ്ങ് കാണിച്ചു തരാം. ജാസി എന്നിട്ട് അത് യൂട്യൂബിൽ ഒരു വീഡിയോ ആയിട്ട് എന്താണോ കാണിച്ചത്, 1 മില്യൺ അടിച്ച ഒരാളെ ഞാൻ പ്രൂഫ് കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. ഹെലനോസ് പാട്ട അതിന് മറുപടി പോലെ ഒരു ലൈവിലൊക്കെ വന്നായിരുന്നു. ലൈവിൽ വന്നിട്ട് ജാസിയെ തെറിയായിരുന്നു. ജാസി എത്രയൊക്കെ ജാസി സർജറി ചെയ്തെന്ന് പറഞ്ഞാലും ജാസിയുടെ ബോഡി മാത്രമാണ് സ്ത്രീ പോലെ ആകുന്നത്. മനസ്സിപ്പോഴും ഒരു ആണിൻ്റെ മനസ്സാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുക, ബോഡി കാണിക്കുക, മറ്റുള്ളവരെ പ്രൂഫ് കാണിക്കാനായിട്ട് ബോഡിയിൽ ഡ്രസ്സ് മാറ്റി കാണിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ. ടാറ്റാ.